ഹലോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കുക? ഞാൻ എന്നത്തെയും പോലെ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് വേഗം തന്നെ നമ്മളിത് അരി അടുപ്പത്തിട്ടു. കാരണം ചേട്ടായി പോകുമ്പോഴേക്കും ചോറാവണ്ടേ. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ട് പിന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇച്ചിരി കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് വേഗം വേവിക്കാൻ വെച്ച് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്ത് അതെന്തിനാന്ന് വെച്ചാൽ കടലക്കറിക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് മസാലയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കടലക്കറിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു ഇച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി എടുത്ത് വെക്കുക. പിന്നെ കടലക്കറി ഉണ്ടാക്കേണ്ട മെയിൻ കാര്യം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുട്ടിന് ചോറിന് ഒരുമിച്ച് കടലക്കറി പൊക്കോളൂല്ലോ. അപ്പോൾ പുട്ടിനുള്ളതും കുഴച്ച് വെച്ച് വേഗം മീൻ നന്നാക്കി എടുത്തു. അയിലയല്ലേ, നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാമല്ലോ. അപ്പോൾ അത് നന്നാക്കി എടുത്ത് നമ്മുടെ പേസ്റ്റും തിരുമ്മി അതവിടെ ഉപ്പ് പിടിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മളൊരു 2 സബോള നന്നാക്കി എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്കറിക്ക് ആവശ്യമുള്ളതാണ്. സബോളയൊക്കെ നന്നാക്കി എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ കടല നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നു. ഒരു 3 വിസിലടിച്ചപ്പോഴേക്കും പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, വേഗം തന്നെ ചീഞ്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് നമ്മൾ കറിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മുളക് പൊടി, നമ്മുടെ സബോളയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ മസാലപ്പൊടിയൊക്കെ ഇടുക. സാധാരണ സ്ഥിരം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി നമുക്ക് പുട്ടിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ആ തേങ്ങയുടെ കൂടെ നമ്മുടെ വേവിച്ച കടല ഇച്ചിരിയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതും അരച്ച് വെച്ച് വേഗം മസാലപ്പൊടി ഒക്കെയിട്ട് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ച് കണ്ടോ നല്ലൊരു തിക്കായിട്ടില്ലേ. ഇത് തന്നെ ആയിരിക്കും കറിക്ക് കേട്ടോ, ഒട്ടും ഇങ്ങനെ ലൂസായി കിടക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ വേഗം കടലയിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കടലക്കറി റെഡി. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, വേഗം തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കടലക്കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറിയുടെ ഇതെടുത്ത് മാറ്റിയിട്ട് നമ്മളിത് മീൻ വറക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ എണ്ണ നല്ലോണം തിളച്ചിട്ട് മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ഒട്ടും അടി പിടിക്കാതെ നമുക്ക് കിട്ടുവേ. അപ്പോൾ അതും വെച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം പുട്ടും വെച്ചു. പിന്നെ സമയം പോയത് അറിഞ്ഞേയില്ല. വേഗം പുട്ടും എടുത്തു, ചേട്ടായിക്ക് ചോറൊക്കെ ആക്കി വേഗം ചേട്ടായിനെ പറഞ്ഞു വിട്ടു. പിന്നെ നിങ്ങളൊരു കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനേ അതങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ.